എല്ലാവർക്കും ശ്രീ സ്വീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാലക്കപ്പലണ്ടി. അതെ, ഞാൻ തയ്യാറാക്കുന്നത് അരിമാവിനകത്തുനിന്ന് മുക്കിയിട്ടുള്ള ഒരു മാവൊന്നുമല്ല തയ്യാറാക്കുന്നത്. ഇല്ലാതെ കപ്പലണ്ടി വറുത്ത് സാധാരണ മസാലയിൽ ചേർത്ത് എടുക്കുക. സിമ്പിളായിട്ടും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മസാലക്കപ്പലണ്ടി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത് 250 ഗ്രാം പച്ചക്കപ്പലണ്ടി ഉണ്ട്. ഇത് നമുക്ക് ചെറിയ തീയിൽ വറുത്തെടുക്കാം. പച്ചക്കപ്പലണ്ടി വറുക്കാൻ അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വറുത്ത കപ്പലണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ മൂത്ത് വരുന്നതിനനുസരിച്ച് ഒരു 7-8 മിനിറ്റ് എന്തായാലും എടുക്കും ചെറിയ തീയിൽ കപ്പലണ്ടി വറുത്തെടുക്കാനായിട്ട്. എനിക്ക് അത്രയൊക്കെ സമയം വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിച്ച് നോക്കണം, അന്നേരം മനസ്സിലാകും കപ്പലണ്ടി ആയിട്ടുണ്ടെന്ന്. മൊത്തം നല്ല കറവമുറവൊന്നും കടിച്ച് പരുവത്തിന് വരെയും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് നിർത്തണം. തണുത്ത് കഴിയുമ്പോൾ അത് കറവമുറവെന്നുള്ള രീതിയിൽ മൂത്ത് കിട്ടിക്കോളും. അറിയാവുന്നവരുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, അവർക്ക് വറക്കാൻ അറിയാം. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൂത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് മേളിലായിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റോളം ആവുന്നു. ഒരുവിധം കപ്പലണ്ടി മൂത്തിട്ടുമുണ്ട്. ഞാൻ എടുത്ത് നോക്കി, നമുക്കൊക്കെ ശകലം കൂടെ മൂക്കാനുള്ളൂ. ഈ സമയത്ത് ഞാൻ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും അല്ലാതുള്ള റിഫൈൻഡ് ഓയിലായാലും ഒരു കുഴപ്പമില്ല, ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്. അതിലിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി മുരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മതി മസാലപ്പൊടികൾ ചേർക്കുന്നത്. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം ടീസ്പൂൺ കണക്കാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാ. അപ്പോൾ ഇത്രയും നമുക്ക് നല്ല രീതിയിൽ ഇതിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികൾ മൂത്ത് വരണമല്ലോ. തീ കുറച്ചേ ഉപയോഗിക്കാവുള്ളൂ, ചെറിയ തീയിലായിരിക്കണം. ഇത്രയുമായി കഴിയുമ്പോൾ നമുക്ക് സ്വാദനുസരിച്ച് ഇതിൽ ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുപ്പും കോഴിക്കും കപ്പലണ്ടി, മസാല കപ്പലണ്ടി നല്ല പരുവത്തിന് ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ വെറും മസാല ചേർത്തുണ്ടാക്കുന്ന കപ്പലണ്ടി, മാവിലൊന്നും മുക്കിയുള്ള മസാല കപ്പലണ്ടി അല്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സ്വാദിഷ്ടവുമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെക്കുക. ഉപ്പും എല്ലാം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്വാദുണ്ട്. അപ്പോൾ എന്നിട്ടിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിൽ ഇട്ട് കഴിഞ്ഞാൽ, ഈർപ്പമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റും. 1-1.5 മാസം വരെയും കേടുകൂടാതെ ഇരുന്നോളും.
ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും നന്ദി, നമസ്കാരം.